കരിപ്പൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം. വൈകിട്ട് പുറപ്പെടേണ്ട വിമാനം മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയതിനെ തുടർന്നാണ് യാത്രക്കാർ പ്രതിഷേധിച്ചത്. 6 മണിക്ക് പുറപ്പെടേണ്ട കോഴിക്കോട് ദുബായ് സ്പൈസ് ജെറ്റ് വിമാനം രാത്രി 10 മണിക്ക് മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കുകയായിരുന്നു. സംസാരിച്ചോളി. പിന്നെ 4 ലക്ഷം ഉറുപ്പ്യ വെച്ച് തരാൻ പറ്റുമോ? നാളെ 8 മണിക്ക് ഡ്യൂട്ടിയിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ എന്റെ വിസ ക്യാൻസലാണ്. ഇച്ച് തരുന്നുള്ളത് എഗ്രിമെന്റ് എഴുതിക്കൊണ്ട ഞാൻ അക്കൗണ്ട് തരാം അയച്ചു തരുമോ? എന്റെ 4 ലക്ഷം ഉറുപ്പ്യ തരുമോ? ഞാൻ വീട്ടിൽ പോകാൻ റെഡിയാ. 8 മണിക്ക് പോയി ഡ്യൂട്ടിക്ക് ഇറങ്ങിയിട്ടില്ല, എന്റെ വിസ ക്യാൻസലാണ്. അത് ആര് ഏറ്റെടുക്കും? അത് മാത്രം സാറെന്ന് പറയണ്ട, അത് ആര് ഏറ്റെടുക്കും? അതിന് മറുപടി പറഞ്ഞു ചേർന്ന് പറഞ്ഞ അടിച്ചു പല്ലേ വർത്തമാനം പറയണ്ട. ഇതാണ് കേരളത്തിലെ എയർപോർട്ടിന്റെ അവസ്ഥ. പാവപ്പെട്ട യാത്രക്കാരുടെ അവസ്ഥ എന്താണ്? ഒരു പട്ടിയോട് നിങ്ങൾ എന്താ ചെയ്യാം? സോണൽ കൃഷിയുണ്ട് വിശദാംശങ്ങളുമായി. സോണൽ, സ്പൈസ് ജെറ്റിന്റെ ഭാഗത്ത് നിന്നൊരു വിശദീകരണം വന്നിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് വിമാനം റദ്ദാക്കിയത്? യാത്രക്കാർക്ക് ഇതുവരെ പകരം സംവിധാനമൊന്നും ഒരുക്കിയില്ലേ? ഒരു പകരം സംവിധാനവും ഇതുവരെ ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പെട്ടെന്നാണ് വിമാനം റദ്ദാക്കി എന്നുള്ള ഒരു അറിയിപ്പ് ഈ സ്പേസ് ജെറ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. 6 മണിക്ക് ഇന്ന് വൈകിട്ട് 6 മണിക്ക് പുറപ്പെടേണ്ട കോഴിക്കോട് ദുബായ് സ്പൈസ് ജെറ്റ് വിമാനമാണ് രാത്രി 10 മണിയായിട്ടും പുറപ്പെടാതെ നിൽക്കുന്ന ഒരു സാഹചര്യം. 12 മണിയോട് അടുക്കുന്ന സാഹചര്യത്തിലാണ് അവർക്ക് ഇത് റദ്ദാക്കി എന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നത്. അതോടുകൂടി ഈ യാത്രക്കാരൊക്കെ വൈകാരികമായി പ്രതികരിക്കാൻ തുടങ്ങി. ആ ദൃശ്യങ്ങളാണ് തൊട്ടു മുൻപ് നമ്മൾ കണ്ടത്. വൈകിട്ട് യാത്രയ്ക്കായി എത്തിയ ആളുകളാണ്, ഭക്ഷണം പോലും കഴിക്കാതിരിക്കുന്ന സാഹചര്യമാണ്. അവരോടാണ് രാത്രി ഒരു 10 മണിക്ക് ശേഷം വന്ന് അറിയിപ്പ് നൽകുന്നത്. വിമാനം സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം റദ്ദ് ചെയ്തു എന്നുള്ളത്. അതിൽ നാളെ അവിടെ എത്തി ജോലിക്ക് പ്രവേശിക്കേണ്ട ആൾക്കാർ ഉൾപ്പെടെയുണ്ട്. അവരുടെ കാര്യത്തിലൊക്കെ വലിയ കഷ്ടതയുണ്ട്. അവരാണ് വൈകാരികമായിട്ട് ഈ സ്പേസ് ജെറ്റ് അധികാരികളോട് കൃത്യമായിട്ട് സംസാരിക്കുന്നത്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് മോശമായ പെരുമാറ്റം മാത്രമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട പരാതി. യാത്രക്കാരുടെ പ്രധാനപ്പെട്ട പരാതി. എന്തായാലും വളരെ സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. വിമാനത്തിന്റെ സാങ്കേതിക തകരാറാണ് ഈ റദ്ദാക്കാൻ കാരണം എന്നുള്ളതാണ് അധികൃതർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇപ്പോഴും യാത്രക്കാരുടെ പ്രതിഷേധം തുടരുകയാണ്. ബദൽ സംവിധാനം ഒരുക്കണമെന്നുള്ളതാണ് കൂടുതൽ യാത്രക്കാരുടെയും ആവശ്യം. കാരണം നാളെ ദുബായിൽ ഉൾപ്പെടെ എത്തേണ്ട ആളുകളാണ്, ജോലിയിൽ പ്രവേശിക്കേണ്ട ആളുകളാണ്. ഒരുപക്ഷെ ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ തൊഴിലുൾപ്പെടെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് ആളുകൾ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത്തരക്കാർക്ക് കൃത്യമായൊരു ബദൽ സംവിധാനം ഒരുക്കേണ്ടത് ഈ സ്പേസ് ജെറ്റ് അധികൃതരാണ്. അവരുടെ ഭാഗത്തു നിന്ന് പക്ഷേ മോശമായിട്ടുള്ള പെരുമാറ്റവും മോശമായിട്ടുള്ള സമീപനവും മാത്രമാണ് ഉണ്ടാകുന്നത് എന്ന് യാത്രക്കാർ പറയുന്നുണ്ട്. എന്തായാലും ഒരു ഇടപെടൽ ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, എന്തൊക്കെ ആവശ്യങ്ങൾക്കായി പോകുന്നവരായിരിക്കും? അത് ഒരു യാത്രക്കാരന്റെ പ്രതികരണം നമ്മൾ കണ്ടു, ദേഷ്യത്തോടെ സംസാരിക്കുന്നതൊക്കെ കണ്ടു. എത്തിയില്ലെങ്കിൽ വിസ റദ്ദാക്കുന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു സാങ്കേതിക തകരാറാണെന്നൊരു വിശദീകരണം സ്പൈസ് ജെറ്റിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ കൂടി പകരം സംവിധാനം ഒരുക്കാനോ മറ്റെന്തെങ്കിലും സഹായത്തിനോ ഇതുവരെ വിമാനാധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. സോണൽ കൃഷ്ണയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.